ക്ലാസ് മുറിയിൽ പെൻസിൽ പിടിക്കാൻ മടി കാണിക്കുന്ന 6 വയസ്സുകാരനെ ശകാരിച്ച അധ്യാപിക അറിഞ്ഞിരുന്നില്ല അതവന്റെ ജീവിതം താറുമാറാക്കിയ രോഗത്തിന്റെ ലക്ഷണമായിരുന്നെന്ന്. പൂനെയിലേറെ ആശങ്ക പടർത്തിയ ഗിലൈൻ ബാരെ സിൻഡ്രോമിന്റെ ആദ്യ ലക്ഷണങ്ങളിലൊന്നായിരുന്നു മസിലുകളിലെ ബലക്ഷയം. ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ താറുമാറാക്കിയതിന് പിന്നാലെ ദിവസങ്ങൾക്കുള്ളിലാണ് കാലുകളും കൈകളും അനക്കാനാവാതെ 6 വയസ്സുകാരൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിയത്. ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ ശ്വാസമെടുക്കാനോ സാധിക്കാനാവാതെ വെന്റിലേറ്റർ സഹായത്തോടെ കഴിഞ്ഞിരുന്ന 6 വയസ്സുകാരൻ ചെറിയ രീതിയിൽ പുരോഗതി കാണിക്കുന്നതായാണ് അധ്യാപിക ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ജനുവരി ആദ്യവാരത്തിൽ പൂനെയിൽ ഏറെ ആശങ്ക പരത്തി വ്യാപകമാകുന്ന ഗിലൈൻ ബാരെ സിൻഡ്രോം സാധാരണക്കാരുടെ ജീവിതം താറുമാറാക്കുന്നതെങ്ങനെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് BBC പ്രത്യേക റിപ്പോർട്ട്. 160 കേസുകളാണ് ഇതിനോടകം പൂനെയിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വിദ്യാഭ്യാസ IT ഹബ്ബായ നഗരത്തിലാണ് ഗുരുതര രോഗം പടർന്നു പിടിക്കുന്നത്. ഇതിനോടകം 5 പേരാണ് രോഗബാധിതരായി മരിച്ചത്. 48 രോഗികൾ ICUവിലും 21 പേർ വെന്റിലേറ്ററിലുമാണ് കഴിയുന്നത്. 38 പേർ രോഗമുക്തി നേടി ആശുപത്രി വിട്ടിട്ടുണ്ട്. കൈകാൽ വിരലുകളിലെ ചെറിയ രീതിയിലുള്ള മരവിപ്പാണ് രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണം. ഇത് വൈകാതെ തന്നെ പേശികൾക്ക് ബലക്ഷയവും സന്ധികൾ അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്കും എത്തും. 2 മുതൽ 4 ആഴ്ചകൾക്കുള്ളിൽ കാലുകളും കൈകളും അനക്കാനാവാത്ത അവസ്ഥയിലേക്ക് എത്തും. ലഭിക്കുന്ന ആശുപത്രി ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ് രോഗമുക്തി. 13% മുതലാണ് മോർട്ടാലിറ്റി റേറ്റ്. കാംപിലോബാക്ടർ ജെജുനി എന്ന ബാക്ടീരിയയാണ് പൂനെയെ വലച്ച ഗിലൈൻ ബാരെ സിൻഡ്രോമിന് കാരണമായിട്ടുള്ളതെന്ന് കണ്ടെത്തിയിരുന്നു. 1990-ൽ ചൈനയിലും ഈ ബാക്ടീരിയയുടെ വകഭേദം കണ്ടെത്തിയിരുന്നു. കോഴികളിൽ പതിവായി ഈ ബാക്ടീരിയ കണ്ടിരുന്നു. മഴക്കാലങ്ങളിൽ കോഴികളുടെയും താറാവുകളുടെയും വിസർജ്യമടങ്ങിയ മലിനജലത്തിൽ ഇറങ്ങിയ കുട്ടികളിലും ഗിലൈൻ ബാരെ സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായല്ല ഗിലൈൻ ബാരെ സിൻഡ്രോം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 2014-നും 2019-നും ഇടയിൽ 150 പേരിൽ രോഗം കണ്ടതായാണ് നിംഹാൻസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശുചിത്വമേറെയുള്ള രോഗങ്ങളിൽ വളരെ അപൂർവമായാണ് ഗിലൈൻ ബാരെ സിൻഡ്രോം കണ്ടിട്ടുള്ളത്. വാക്സിൻ എടുത്തവരിലും രോഗസാധ്യതയുണ്ടെന്നതാണ് ഈ ബാക്ടീരിയ ബാധയുടെ അപകടം. പനി, ചുമ, മൂക്കൊലിപ്പ്, വയറുവേദന അടക്കമുള്ളവയാണ് രോഗലക്ഷണം. ശരിയായ രീതിയിൽ പാകം ചെയ്യാത്ത ഭക്ഷണം കഴിക്കുന്നതും കൃത്യമായ രീതിയിൽ പാസ്ചറൈസ് ചെയ്യാത്ത പാൽ ഉൽപ്പന്നങ്ങൾ, വൃത്തിയില്ലാത്ത കുടിവെള്ളം എന്നിവയിലൂടെയും രോഗം പടരാമെന്ന് ആരോഗ്യ വിദഗ്ധർ വിശദമാക്കുന്നു. രോഗലക്ഷണമുള്ളവർ പ്രതിദിനം കൂടുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതീവ ജാഗ്രത വേണമെന്നാണ് മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദേശം. പനി, ചുമ, മൂക്കൊലിപ്പ്, വയറുവേദന അടക്കമുള്ളവയാണ് രോഗലക്ഷണം. 2 ആഴ്ചയിലേറെ ഈ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ചികിത്സ തേടാൻ വൈകരുതെന്ന് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. സാധാരണഗതിയിൽ മൃഗങ്ങളുടെ കുടലിൽ കാണുന്ന ബാക്ടീരിയയാണ് അണുബാധയ്ക്ക് കാരണമാകുന്നത്.